ഞാൻ ലിസ്റ്റിന്റെ അടുത്ത് പേഴ്സൺ സംസാരിച്ചിട്ടുണ്ട്, ഒരു പുതിയ നായികയാണല്ലോ ലിസ്റ്റ്, അത്രയും സുഹൃത്തായുണ്ട്. പക്ഷെ എന്നോട് ലിസ്റ്റ് ഒരു സിനിമ കണ്ടിട്ട് പറഞ്ഞാൽ മതി അല്ലെന്ന് എന്നോട് പറഞ്ഞു. അതെന്താണ് ആ നായിക ചെയ്തു വെച്ചിരിക്കുന്നത്, എന്നോട് കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടിട്ട് പറഞ്ഞാൽ. ലിസ്റ്റിന് അതായത് ഇത്രയും ആത്മവിശ്വാസി സിനിമയാണ്. ലിസ്റ്റിന് ഒത്തിരി സിനിമകൾ എടുത്താണ്. ലിസ്റ്റിന് ഈ സിനിമയുടെ അത്ര ആത്മവിശ്വാസം വരാൻ കൊള്ള കാരണം നായിക തന്നെയായിരുന്നു. നല്ല കൈകളിൽ എത്തിയതായിരിക്കും. അയ്യോ തീർച്ചയായിട്ടും അത് പറയണം കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഒരു പ്രൊട്ടക്റ്റഡ് സേഫ് ഹാൻഡ്സിൽ എത്തി എന്ന് പറയില്ലേ. അതെ അതെ സത്യം. ബിക്കോസ് എന്നെ ഹോൾ ടീം, ഞാൻ ഭയങ്കര ഹാപ്പി, ഭയങ്കര ബ്ലെസ്ഡ് ആയതിന് മെയിൻ റീസൺ എനിക്ക് എൻ്റെ ടീം എന്നെ അങ്ങനെ ചെറിയ, ഈ ക്യാരക്ടർ കുറച്ച് ചൈൽഡിഷ് ആയതുകൊണ്ട് എന്നെ ഇവർ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി കുഞ്ഞു കുട്ടികളെ കൊണ്ട് നടത്തില്ലേ. സെറ്റ് മൊത്തം ഇങ്ങനെ ലൈക്ക് ലിറ്ററലി ഇങ്ങനെ ഫ്ലൈങ് ലൈക്ക് ബട്ടർഫ്ലൈ ഫുൾ കുഞ്ഞു കുട്ടിനെ പോലെ എന്നെ സെറ്റിൽ മൊത്തം അവർ കൊണ്ട് നടത്തിയത്. ഷാരിസ് ചേട്ടൻ എന്നോട് ഫസ്റ്റ് പരിചയപ്പെട്ട് ഓക്കെ ആയ ശേഷം ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ്, നിന്റെ അച്ഛന്മാരാണ് ഞങ്ങളെന്ന് വിചാരിച്ചാൽ മതി. ബിക്കോസ് ഞാൻ കുറച്ച് നെർവസ് ആയി. പുതിയ പുതിയ ആൾക്കാരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം എസ് പറഞ്ഞ് പെട്ടെന്ന് പ്രോജക്റ്റിലേക്ക് കയറുമ്പോൾ എല്ലാവരും ന്യൂ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇതെങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ, എല്ലാവരും എങ്ങനെയാണ് നമ്മുടെ അടുത്ത് ബിഹേവിയർ റൂഡായിരിക്കും, ഇതൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അത് മനസ്സിലായി പെട്ടെന്ന്. ചേട്ടൻ പറഞ്ഞു നിൻ്റെ അച്ഛന്മാരാണെന്ന് ഞങ്ങളെന്ന് വിചാരിച്ചാൽ മതി. അത് ലിറ്ററലി എൻഡ് ഓഫ് ദ പ്രോജക്റ്റ് ഇപ്പോൾ വരെയും എന്നെ ആ ചെറിയ കുട്ടി എന്നുള്ള ഇതിലാണ് എന്നെ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഐ എം വെരി വെരി ബ്ലെസ്ഡ്. ഇത്ര നല്ലൊരു അടിപൊളി ടീമിൻ്റെ ഭാഗമായത്. ഇനിയിപ്പം കഥകൾ വരും, സിനിമകൾ വരും എന്നുള്ള 100% ഉറപ്പാണ്. അങ്ങനെ ഈ സിനിമ കണ്ടതിന് ശേഷം ആരെങ്കിലും ഒക്കെ വിളിച്ചു, എൻ്റെ അടുത്ത് ഒരു പ്രൊഡക്ഷൻ ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു സിനിമയുടെ ഡയറക്ടറാണ് എന്നെ വിളിച്ചത്. നിരവധി സിനിമകൾ ചെയ്ത ആളാണ്. കഴിഞ്ഞ ദിവസം സിനിമ കണ്ടത്. പക്ഷെ അപ്പോൾ എനിക്ക് അത്രയും ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ നമ്മുടെ ടീമിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇൻസ്റ്റയുടെ ഐഡിയ കൊടുത്തത്. അങ്ങനെയൊക്കെ വിളി വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു, പല ആളുകളും വിളിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സെലക്ട് ചെയ്യുമ്പോൾ നോക്കി സെലക്ട് ചെയ്യും. ഞാൻ ഒരു പുതിയ നായിക എന്ന നിലയിൽ ഞാൻ അത്ര കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആങ്കറും കൂടെയാണ്. വന്ന വഴി മറക്കാതെ യാത്ര ചെയ്യുക. തീർച്ചയായിട്ടും ആ യാത്രയ്ക്ക് ഗുണമുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ആ യാത്രയാണെങ്കിൽ നമ്മൾ ഫലം കാണും, ജീവിതത്തിൽ ഏറ്റവും വിജയമുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നേരത്തെ പോലെ വലത് കൈയിൽ അച്ഛനും ഇടത് കൈയിൽ അമ്മയും ഫ്രണ്ടിൽ ചേച്ചിയും പിന്നിൽ അനിയത്തിയും നമ്മൾ യാത്ര തുടരുക. എനിക്ക് അച്ഛനമ്മ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ നമ്മൾ അഴിച്ചു വിടണം. തീർച്ചയായിട്ടും അത് അതെ തീർച്ചയായും നമ്മൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ 3 പേരും എവിടെ പോയാലും ആ ക്യാരക്ടർ ഞങ്ങളുടെ സ്ട്രോങ് ആണ്. നമ്മൾ എങ്ങനെ പോയാലും നമുക്കറിയാം, നമ്മൾ അച്ഛനമ്മയ്ക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിശ്വാസമാണ്. അവരെങ്ങനെ പോയാലും ആരെയും പോയി ചതിക്കില്ല, ആരെയും പോയി ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിന് പോവില്ല, അങ്ങോട്ടൊരു പ്രശ്നത്തിന് നമ്മൾ പോവില്ല. ആ വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും നമ്മൾ 6 മണി 7 മണി തിരിച്ച് വീട്ടിലെത്താം. ദാറ്റ് ട്രസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അതിന് പുറമെ 20 വർഷമൊക്കെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ മടുപ്പാവൂലേ, വീട്ടുകാർക്ക് മടുപ്പാവൂലേ, പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുവല്ലേ. അതെ, എനിക്ക് എന്താ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എനർജി ഇങ്ങനെ ഫീൽ ചെയ്യും. ലൈക്ക് അതെനിക്ക് മനസ്സിലായത്, കണ്ണു നിറഞ്ഞപ്പോൾ വിഷമായി. പെൺകുട്ടികൾ വളരുമ്പോഴല്ലേ വീട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കുള്ള ടെൻഷൻ വരണം. അത് മറ്റുള്ളവരുടെ കണ്ണിൽ 3 പെൺകുട്ടികൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ള സാധനമല്ലേ. ഒരാൾ ഡോക്ടർ എന്തിനാ, ലൈക്ക് എല്ലാം ഇങ്ങനെയാണ്, അവർ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പോരെ, ഈ ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു. അതെ, അങ്ങനെ ഒരു സ്പേസ് ഇതെങ്ങനെയാണ്, ലൈക്ക് ഒരാൾ ആർക്കിടെക്റ്റായി ഇങ്ങനെ ഇതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരിനെയും വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യും. ആർക്കിടെക്റ്റായി, ഡോക്ടറായി, നടുക്കുള്ള ഡാൻസ് വെച്ച് എന്ത് ചെയ്യുമോ, ദിസ് വാസ് ദ റിയാക്ഷൻ എല്ലാ സൈഡിൽ നിന്നും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഡാൻസും സിനിമ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഫാമിലി, എൻ്റെ കൂടെയുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ആ ഒരു ബോണ്ട് അത് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ കൂടെ എന്നെ. പക്ഷേ ലൈക്ക് അതില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ എവിടെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ ആയിപ്പോയേനെ. തീർച്ചയായിട്ടും. പക്ഷെ ആ ധൈര്യം ഭയങ്കരമാണല്ലോ, ഇത്ര നാളും കാത്തിരുന്നത്. അത് എനിക്ക് എൻ്റെ മനസ്സിൽ, നമ്മൾ അച്ഛനമ്മ ചെറുപ്പത്തിൽ നിന്ന് പറയും, എന്ത് പ്രശ്നം വന്നാലും നേർമയായിട്ടിരിക്കണം, സത്യത്തോടെ തന്നെ ഇരിക്കണം, അങ്ങനെ ഇരുന്ന ദൈവം കൈവിടില്ല, ഇങ്ങനെ എപ്പോഴും പറയും. ചെറുപ്പത്തിൽ നിന്ന് എപ്പോഴും ഡെയിലി വീട്ടിൽ പറയുന്നത്. അത് എൻ്റെ മൈൻഡിൽ ഭയങ്കര സ്ട്രൈക്കായി. ഞാൻ ചേട്ടനോട് പറഞ്ഞത്, നമ്മൾ ആ ഒരു സ്വഭാവം ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവരനുഗ്രഹിച്ചതെന്നാണ്. അല്ലെങ്കിൽ എനിക്ക് കിട്ടും തോന്നുന്നില്ല. അത് വാട്ടെവർ നമ്മൾ എത്ര വർഷം ഡാൻസ് പഠിച്ചു എന്ന് പറഞ്ഞാലും ആ ഒരു സത്യം എന്തെങ്കിലും ഒരു ദിവസം വിജയിക്കും, അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളൊരു ആ ഹോപ്പായിരുന്നു എന്നെ ഇത്രയും വർഷം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ ആരും കൈവിടില്ല, ഈ സാധനം എൻ്റെ ഉള്ളിൽ അതൊരൊറ്റ വേർഡേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും എൻ്റെ മുന്നിൽ ഒരു ഹോപ്പില്ല, ഒരു ലൈറ്റില്ല, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒരു പ്രോജക്റ്റില്ല, ഒന്നുമില്ല. ഫുൾ ബ്ലാങ്ക് പിക്ചർ.
ഫൈനലി ദിസ് ഹാപ്പൻഡ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.